പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, ടുഡേ ഈസ് ഈസ്റ്റർ. ഇന്ന് സഭ യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇത് നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ തിരുനാളാണ്. മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, ഡു നോട്ട് അബാൻഡൻ യുവർ സെൽഫ് ടു ഡെസ്പെയർ ബിക്കോസ് വി ആർ ദ ഈസ്റ്റർ പീപ്പിൾ ആൻഡ് ഹല്ലേലൂയ ഈസ് അവർ സോങ്. നമ്മൾ ജീവിതത്തിലെ തകർച്ചകളും ദുഃഖങ്ങളും നിരാശകൾക്കും അടിമപ്പെട്ട് കിടക്കേണ്ടവരല്ല. കാരണം നമ്മൾ ഈസ്റ്ററിൻ്റെ മക്കളാണ്. നമ്മുടെ പാട്ടാണ് ഹല്ലേലൂയ. കാരണം ജീവിതത്തിലെ മരണത്തെക്കാളും പാപത്തെക്കാളും ഈ ലോകത്തിലെ സകല തിന്മകളെക്കാളും വലുതാണ് ദൈവത്തിന് മനുഷ്യവംശത്തുള്ള സ്നേഹം. അതിൻ്റെ അടയാളമാണ് യേശുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനം. അതുകൊണ്ടാണ് സഭ ഇതിനെ ഏറ്റവും വലിയ തിരുനാളെ ആഘോഷിക്കുകയാണ്. നമ്മളിത് ലോകത്തോട് പ്രഘോഷിക്കേണ്ട സത്യമാണ്. ഇന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മക്കൾക്കും ഈസ്റ്ററിൻ്റെ വലിയ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. വി ആർ ദ ഈസ്റ്റർ പീപ്പിൾ. എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ പാപത്തിൻ്റെ ഫലമായോ ലോകത്തിൻ്റെ പ്രശ്നങ്ങളുടെ ഫലമായോ മറ്റുള്ളവരെ അതിക്രമങ്ങളുടെ ഫലമായോ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തകർച്ചയുണ്ടായാലും അതിൽ നിന്നെല്ലാം നമ്മളെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. തൻ്റെ പുത്രനോട് കാണിച്ച സ്നേഹത്തിൽ അവിടെ നിന്നും വിശ്വസ്തനാണ്. ദൈവം സ്നേഹമാണ്. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, ഗോഡ് ഈസ് ലവ്. അത് ഈ വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ, വിശുദ്ധ ബൈബിളിൽ മാത്രമേ ഉള്ളൂ. ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തോട് ആ അപ്പൻ എന്നും വിശ്വസ്തനാണെന്ന് അവൻ തെളിയിക്കുകയാണ്. ലോകത്തിലെല്ലാവരും തൻ്റെ പുത്രനെ കൈവിട്ടു. മരണസമയത്ത് ഒരു തലി പോലും കരുണ യേശുവിനോട് ലോകം കാണിച്ചില്ല. എങ്കിലും ആ അപ്പൻ തൻ്റെ പുത്രനോടുള്ള സ്നേഹത്തിൽ എന്നും വിശ്വസ്തനായിരുന്നു. മൂന്നാം ദിവസം അവനെ ഉയർപ്പിച്ചുകൊണ്ട് മാനകുലത്തിന് പ്രത്യാശയുടെ അടയാളം നൽകുകയാണ്. സോ ദാറ്റ് ഈസ് വൈ വി നീഡ് ടു സെലിബ്രേറ്റ് ദിസ് വണ്ടർഫുൾ ഇവന്റ്. നമുക്കും പാടാം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ വിമോചിപ്പിക്കും. അവൻ ഉദ്ധാനം ചെയ്തിരിക്കുന്നു. ഗോഡ് ഈസ് അലൈവ്. അവൻ ജീവിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി അവൻ ജീവിക്കുന്നു. നമ്മളായിരിക്കുന്ന സകല ദുരിതങ്ങളും വിമോചിപ്പിച്ച ആ വലിയ കാരുണ്യത്തെ ഓർത്ത്, നമ്മളോട് കാണിച്ച വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നുണ്ട്, യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമായാനെ. അതെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈസ് അലൈവ്, ഈസ് വിത്ത് us. ദൈവം സ്നേഹമാണ്. ഇതാണ് നമ്മുടെ കരുണയുള്ളവരാണ്. ഈ വിശ്വാസത്തിൻ്റെ അടയാളമാണ്. എന്തെല്ലാം സംഭവിച്ചാലും ആ സ്നേഹം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. നമ്മളെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല, അവഗണിക്കത്തില്ല. പെറ്റ അമ്മ മറന്നാലും നിന്നെ മറക്കാത്തൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിനെ പാടി സ്തുതിക്കുവാൻ, ഉയർത്തുവാൻ, മഹത്വപ്പെടുത്താൻ നമുക്ക് ഒരുങ്ങാം. അവനും നമ്മുടെ ജീവിതത്തിലെ സകല ഭാരങ്ങളും പാപങ്ങളും ഏറ്റെടുത്ത് നമ്മളെ രക്ഷിക്കുവാൻ തയ്യാറാണ്. ആ സ്നേഹത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും
സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമാൻ, യേശുവിൻ രക്തം കഴുകലാൻ, യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമാൻ, യേശുവിൻ രക്തം കഴുകലാൻ, യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, സർവശക്തനായവനെ. സർവശക്തനായവനെ, സർവശക്തനായവനെ. അവൻ ഇന്നും ജീവിക്കുന്നു. ഈ ലോകത്തിൽ ഒരു ദൈവം മാത്രമേ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. ആൻഡ് ഈസ് ദി ഓൺലി വൺ ഗാഡ്, ദ വൺ ട്രൂ ഗാഡ്. അവൻ ഇന്ന് നിനക്കായി കാത്തിരിക്കുന്നു. ദൈവപിതാവിൻ്റെ സ്നേഹം മാനവകുലത്തിന് വെളിപ്പെടുത്തിയവൻ്റെ പേരാണ് യേശു. ദൈവം കരുണയുള്ളവനാണ്, സ്നേഹമാണ്. മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് അവരോട് കണക്ക് ചോദിക്കാതെ, മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് ശിക്ഷ നൽകാതെ സ്വന്തം പുത്രനിൽ പാപപരിഹാരം നൽകി നമ്മളെ വീണ്ടെടുത്ത ആ പിതാവിൻ്റെ സ്നേഹത്തെ യേശു വെളിപ്പെടുത്തി തരികയാണ്. നമ്മളടുത്ത ഗാനത്തിലേക്ക് പോകുമ്പോൾ നമുക്കും ഈ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞുകൊണ്ടും ഈ കാരുണ്യത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ടും വേണം നമ്മൾ ഈ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഈ കരുണ അവൈലബിൾ ആണ്, നമുക്ക് ലഭ്യമാണ്. പക്ഷേ നമ്മൾ കരുണ ചോദിക്കണം. 2, ആ കരുണയെ നമ്മൾ പ്രകീർത്തിക്കണം. 3, ആ കരുണയോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഈ കരുണ നമുക്ക് സ്വന്തമാണ്. നന്ദിയുള്ളൊരു ഹൃദയത്തോടെ ദൈവം നമ്മളെ ചൊരിഞ്ഞ എല്ലാ കാരുണ്യത്തിനും അനുഗ്രഹം നന്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടും ആ കരുണ കൂടുതൽ ഈ വരുന്ന നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാക്കുവാനും നമുക്ക് പ്രാർത്ഥനയോടെ അവിടുത്തെ ഏറ്റുപാടി സ്തുതിക്കാം. നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. കൃപയാ കൃപയാ ദൈവകൃപയാ ദയയാ ദയയാ നിത്യദയയാ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകത്തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകത്തൻ കുഞ്ഞിനെ ചിറകിന്മേലെ വഹിക്കും പോലെ, എണ്ണിയാൽ തീരാത്ത നന്മ
യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. കൂടാതെ എന്നെ നടത്തിയതാ വൈഷമ്യമേടുകളിൽ കരം പിടിച്ചു എന്നെ നടത്തുന്നതാ. താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ വൈഷമ്യമേടുകളിൽ കരം പിടിച്ചു എന്നെ നടത്തുന്നതാ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല ദയയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല ദയയല്ലയോ എന്നെ നടത്തിയത്. കൃപയാ കൃപയാ ദൈവകൃപയാ കൃപയിടും ദയയാ ദയയാ നിത്യദയയാ. കർത്താവേ, നിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വലിയ മഹത്തായ ഈ ഉത്സവ ദിനത്തിൽ ലോകം മുഴുവൻ, ആഗോള സഭ മുഴുവൻ എൻ്റെ പ്രിയപുത്രൻ്റെ ഉത്ഥാനത്തെ ആഘോഷിക്കുമ്പോൾ ഞങ്ങളെ ശ്രവിക്കുന്ന മക്കളുടെ മേൽ എൻ്റെ കരുണയും കൃപയും ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ കരുണ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് വരുമ്പോൾ നൂറ്റാണ്ടുകളായി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നതും യേശു ക്രിസ്തുവിലൂടെ കാലത്തിൻ്റെ തികവിൽ മനുഷ്യനുമായി പങ്കുവച്ചിട്ടുള്ളതുമായ ഈ രഹസ്യത്തോടുള്ള നമ്മുടെ പ്രതികരണത്തിൻ്റെ പേരാണ് വിശ്വാസം. ഈസ്റ്റർ എന്ന് പറയുന്നത് കർത്താവ് ദൈവം മനുഷ്യകുലത്തോട് കാണിച്ച വലിയ കരുണയുടെ അടയാളമാണ്. എന്നാൽ ഈ സ്നേഹത്തോട്, ഈ കാരുണ്യത്തോട് നമുക്കൊരു പ്രതികരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഈ കരുണയെ സ്വീകരിക്കുകയും ഈ കരുണയെ ലോകത്തിന് പ്രകീർത്തിക്കുവാനും സഭ നമ്മളെ വിളിക്കുകയാണ്. സഭയുടെ ഏറ്റവും പ്രഥമമായ ദൗത്യമാണ് യേശു ക്രിസ്തുവിൽ വ്യക്തമാക്കിയ അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ കാരുണ്യത്തെ ലോകത്തിന് പ്രകീർത്തിക്കുക. അവൻ നമുക്കായി ചെയ്ത ആ വലിയ ബലി, നമ്മുടെ പാപങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ശാപങ്ങൾ ഏറ്റെടുത്തവൻ. ഇനി നമ്മളതിൻ്റെ അടിമകളല്ല. യേശുവിൽ നമുക്കിതിൽ നിന്നെല്ലാം പരിപൂർണമായ മോചനമുണ്ട്. അതിന് നമ്മൾ ഈ വിശ്വാസം ഏറ്റുപറയണം. യേശുവിലുള്ള നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്നത് വഴി, യേശുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നത് വഴിയാണ് ഈ ദൈവത്തിൻ്റെ കരുണ നമുക്ക് സ്വന്തമാക്കുന്നത്. അടുത്ത ഗാനത്തിലേക്ക് പോകുമ്പോൾ let us proclaim and glorify that wonderful mercy of God. അവൻ നമുക്കായി ചെയ്ത ആ വലിയ ബലിയിൽ ചേർന്ന് നിൽക്കാം. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളും തകർച്ചകളും പരാജയങ്ങളും അവൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ സൗഖ്യമുണ്ട്, അവിടെ വിടുതലുണ്ട്. അതുകൊണ്ട് യേശുവിൽ നമുക്ക് പരിപൂർണമായ സൗഖ്യം, വിടുതലും രക്ഷയുമുണ്ട്. ഈ ഗാനം ആലപിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അവൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം. അവിടുന്ന് കർത്താവ് കൃപ തരും. സങ്കേതം നീയൻ കോട്ടയും നീയൻ സർവവും യേശുവേ. ആത്മാവിൽ ചാരുമ്പോൾ ഭയമില്ല പ്രിയനേ, ആത്മാവിൽ ഞാൻ ആരാധിച്ചിടും. നീയൻ സങ്കേതം നീയൻ കോട്ടയും നീയൻ സർവവും യേശുവേ. ആത്മാവിൽ ചാരുമ്പോൾ ഭയമില്ല പ്രിയനേ, ആത്മാവിൽ ഞാൻ ആരാധിച്ചിടും. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി പകർന്നവരെ. കീർത്തിച്ചിടും ഞാൻ ആ നല്ല
എനിക്കായി തകർന്നവനേ. അസ്തമിച്ചാലും അന്ധകാരമെന്നെ തളർത്തിയാലും, സാധ്യതകളും അസ്തമിച്ചാലും അന്ധകാരമെന്നെ തളർത്തിയാലും, യേശുവിന്റെ പക്ഷത്തുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ. യേശുവിന്റെ പക്ഷത്തുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ. വിശ്വാസ കണ്ണാൽ കണ്ടിടുന്നു ഞാൻ യേശുനാമജയം എനിക്ക്. വിശ്വാസ കണ്ണാൽ കണ്ടിടുന്നു ഞാൻ യേശുനാമജയം എനിക്ക്. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവനേ. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവനേ. രോഗശയ്യയിൽ നല്ല വൈദ്യനായി സൗഖ്യമേകിടും യേശുവല്ലയോ. എൻ രോഗശയ്യയിൽ നല്ല വൈദ്യനായി സൗഖ്യമേകിടും യേശുവല്ലയോ. മരണപാശങ്ങൾ വലച്ചിടുമ്പോൾ ഉയർന്നവൻ കരുതിടും കൺമണി പോലെ. മരണപാശങ്ങൾ വലച്ചിടുമ്പോൾ ഉയർത്തവൻ കരുതിടും കൺമണി പോലെ. എന്നാൽ അസാധ്യമായില്ലൊന്നും സ്തുതികൾക്ക് യോഗ്യനായോനേ. എന്നാൽ അസാധ്യമായില്ലൊന്നും സ്തുതികൾക്ക് യോഗ്യനായോനേ. ലോകമെന്നും സാക്ഷിയായി ഞാൻ നിത്യസ്നേഹത്തെ പാടിടുമേ. ലോകമെന്നും നിൻ സാക്ഷിയായി ഞാൻ നിത്യസ്നേഹത്തെ പാടിടുമേ. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവനേ. 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 ദൈവം മനുഷ്യനു വേണ്ടി കുരിശിൽ മരിക്കുവാൻ മനുഷ്യനുള്ള എന്ത് യോഗ്യതയാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. നല്ലതാണ്. ഈ ലോകത്തിലെ എല്ലാ ദൈവങ്ങളും അവർക്ക് ദൈവത്തിനടുത്ത് ചെല്ലുവാൻ ഒത്തിരി യോഗ്യതകൾ വേണം, പരിശുദ്ധി വേണം, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം, നമ്മുടെ തിന്മകൾ നമ്മൾ മോചിക്കപ്പെടണം. എന്നാൽ സത്യദൈവം ഈ ലോകത്തിൽ വന്ന് നമുക്കായി കുരിശിൽ മരിക്കാൻ എന്താണോ അവനെ പ്രേരിപ്പിച്ചത്? നമ്മുടെ പുണ്യങ്ങളോ നമ്മുടെ കഴിവുകളോ നമ്മുടെ സമ്പത്തോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകളോ ഒന്നുമല്ല. അതിനായി അവനെ പ്രേരിപ്പിച്ചത് നമ്മുടെ പാപങ്ങളും ബലഹീനതകളും അയോഗ്യതകളും പരാജയങ്ങളുമാണ്. അത് ഏറ്റെടുക്കാൻ വന്നവരാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വിശ്വസിക്കണം, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഒരുപക്ഷേ ഇന്ന് ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലവിധ നിരാശകളിലും ദുഃഖങ്ങളിലും ജീവിതത്തിൻ്റെ തകർച്ചകളിലും ജീവിതത്തിലെങ്ങും എത്താതെ കഷ്ടപ്പെടുന്നൊരു മകനായിരിക്കും, മകളായിരിക്കും. പക്ഷെ we have a good news. Jesus loves you.
നിന്നെ സൃഷ്ടിച്ചവൻ ഒരിക്കലും നിന്നെ കൈവിടില്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, താൻ സൃഷ്ടിച്ച ഒന്നിനെയും പുച്ഛിച്ചു തള്ളാത്ത ദൈവത്തെ, തന്നോട് തന്നെയും തൻ്റെ പിതൃത്വത്തോടും തൻ്റെ സ്നേഹത്തോടും വിശ്വസ്തനായ ദൈവത്തെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കണം. നിന്നെ സൃഷ്ടിച്ചവൻ നിന്നോടുള്ള സ്നേഹത്തിൽ എന്നും വിശ്വസ്തനാണ്. നീ അവനെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നീ അവനെ തിരസ്കരിച്ചിട്ടുണ്ടായിരിക്കാം, നീ അവനെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം, നീ അവനെ പീഡിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. എങ്കിലും കുരിശിൽ തൻ്റെ മാറ് പിളർത്തിയ ആ ലോങ്കിനോസ് എന്ന മകനെ സുഖപ്പെടുത്തിക്കൊണ്ട് ദൈവം പറയാണ്, താൻ സൃഷ്ടിച്ച ഒന്നിനെയും ഉടൻ തള്ളിക്കളയുന്നില്ല. ആ സ്നേഹം സ്വീകരിക്കാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. നമുക്ക് വേണ്ടത് ഈ വിശ്വാസമാണ്. ഈ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തെ ഏറ്റുപറയണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയാക്കാൻ ഇന്നും ആ ദൈവത്തിന് സാധ്യമാണ്. വിശ്വസിക്കണം, ഏറ്റുപറയണം. കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എന്നെ യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, എന്നെ യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. വീണാലും അവിടെ ഞാൻ ഏകനല്ല. വിരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീരല്ല, എന്നെ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീരല്ല, എന്നെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, നടക്കുന്നതേ യേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നതേ യേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ,
28:28 നമ്മളോട് പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ ഈ സത്യമാണ്. നമ്മുടെ പാപങ്ങളും കുറവുകളും പരിഗണിക്കാതെ നമ്മുടെ തെറ്റുകളെല്ലാം യേശുവിൽ നീതിപൂർവമായ ശിക്ഷ യേശുവിന് കൊടുത്ത് നമ്മുടെ ശിക്ഷയിൽ നമ്മളെ വിമോചിപ്പിച്ച് അതിസ്വാഭാവികമായൊരു ജീവിതത്തിലേക്ക് നമ്മളെ നയിച്ച ആ സ്നേഹം ഇന്നും നിനക്കായി കാത്തിരിക്കുന്നു. നമ്മളൊക്കെ ധൂർത്തപുത്രന്മാരും പുത്രിമാരുമാണ്. ദൈവത്തെയും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ജീവിതം കിട്ടി. നമ്മളൊക്കെ ജീവിതത്തിൽ എന്തൊക്കെയോ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാം നമ്മുടെ കഴിവാണ്, നമ്മുടെ ബുദ്ധിയാണ്, എൻ്റെ ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ മാനദണ്ഡം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് നന്ദി പറയാൻ കഴിയാതെ പോയതാണ് മാനവകുലത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം. റോമാലേഖനം 1:21 പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളിൽ തകർച്ചയുണ്ടാകുന്നത്, പരാജയങ്ങളുണ്ട്. വെരി സിമ്പിൾ ഒരു കാര്യമാണ്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവർ ദൈവത്തെ ദൈവമായും മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. ആയതിനാൽ അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായിപ്പോയി. ഹൃദയത്തിൽ അന്ധകാരം നിറഞ്ഞു, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു. ജ്ഞാനികളെന്ന് വിചാരിച്ചവർ ഭോഷന്മാരായിത്തീർന്നു. എങ്കിലും നമ്മൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞാലും നിഷേധിച്ചാലും എന്ന് നമ്മൾ തിരിച്ചു വരുന്നുവോ, ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവിടെ നൽകിയ ദാനങ്ങൾക്ക് നന്മകൾക്ക് നന്ദി പറയുമ്പോൾ, He will restore everything back in your life. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താതെ നന്ദി പറയാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി കടന്നു വരും. സഭ പഠിപ്പിക്കുകയാണ്, നമുക്ക് വിരുദ്ധമായവൻ, ദൈവ സാന്നിധ്യം നമ്മളെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ശത്രുവായവൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അവൻ മനുഷ്യ ജീവിതത്തെ ദുസ്സഹമാക്കുമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കണം. അവൻ്റെ പേരാണ് സാത്താൻ. അവൻ നമ്മളിൽ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാൻ. അവൻ കള്ളനാണെന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട് യോഹന്നാൻ 10:10. എന്നാൽ അവൻ എന്തൊക്കെ ചെയ്താലും അതിൻ്റെ 100 ഇരട്ടി നന്മ നമുക്ക് ചെയ്തു തരാൻ ദൈവത്തിന് സാധിക്കും. അതാണ് യേശുവിൽ നമുക്ക് ലഭിക്കപ്പെട്ട ആ വലിയ സൗഭാഗ്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കർത്താവിൽ നിന്ന് മാറി നടന്ന നിമിഷങ്ങളെ ഓർത്ത് അനുതപിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരണം. നമ്മുടെ വേദനകളും നഷ്ടങ്ങളും ഒക്കെ ഈ സത്യമായ ഈ സ്നേഹത്തെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ വലിയ ക്ഷാമങ്ങളുണ്ടായി, അവന് വലിയ ഞെരുക്കമുണ്ടായി, അവൻ പട്ടിണിയായി. അപ്പോഴാണ് അവൻ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്തത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ചില തകർച്ചകളും വേദനയൊക്കെ ദൈവം അനുവദിക്കും. എന്തിനാണ്? ഈ സ്നേഹത്തെ ഓർക്കുവാനും അവിടേക്ക് തിരിച്ചു വരുവാനും വേണ്ടിയിട്ടാണ്. അടുത്തൊരു ഗാനം ആലപിക്കുമ്പോൾ ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് തിരിച്ചു തരാം. ആ പരിശുദ്ധനായ അപ്പൻ നമ്മളെ കാത്തിരിക്കുകയാണ്. തല്ലാനും കൊല്ലാനുമല്ല, പാപത്തിൻ്റെ കണക്കെടുത്ത് നമ്മളെ ശിക്ഷിക്കാനല്ല, നമ്മളോട് അളവറ്റ കരുണയെ സ്നേഹം കാണിക്കാൻ, നമ്മുടെ ജീവിതത്തിലെല്ലാം വീണ്ടെടുത്ത് തരുവാൻ അവന് സാധ്യമാണ്. കാരണം ഇതെല്ലാം അവൻ്റെ സ്വന്തമാണ്. തനിക്ക് ഇഷ്ടമുള്ളവർക്ക് അവൻ സമൃദ്ധമായി നൽകുന്നവനാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിലേക്ക് നമുക്ക് തിരിച്ചെല്ലാം. ആ സ്നേഹം ഒരിക്കലും നിന്നെ തള്ളിക്കളയില്ല. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്, നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്, ഈ മരുയാ
മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയതിൽ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വരുത്തിയിടുവാൻ പാപത്തെ ജയിച്ചിടുവാൻ ശത്രുവോടെ എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ പാപത്തെ ജയിച്ചിടുവാൻ ശത്രുവോടെ എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ ലോക ജീവിതത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും എല്ലാ നിയോഗങ്ങളും പൂർത്തീകരിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ദൈവത്തിൻ്റെ കൃപ മാത്രം മതി. ആ കൃപയിൽ ആശ്രയിക്കണം. ആ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. യേശുവിലാണ് നമുക്ക് ആ കൃപ ലഭിക്കുന്നത്. അടുത്തൊരു ഗാനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ദൈവം നമ്മളോട് കാണിക്കുന്ന ഈ വലിയ കരുണ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകൾ ആവശ്യമാണ്. എന്നാൽ ഈ കരുണ നമുക്ക് വെളിപ്പെടുത്തേണ്ട ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ കരുണ ഭൗതിക മനുഷ്യൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും കാരണമാകുമെങ്കിലും
നമ്മുടെ ആത്മീയ മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിനാണ് കരുണ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത്. ഇന്നും നമ്മളത് ഉപയോഗിക്കുന്നില്ല. നമ്മുടെ പാപങ്ങളെക്കുറിച്ചും പാപ അവസ്ഥകളെക്കുറിച്ചും നമ്മളിപ്പോഴും ലീസ്റ്റ് ബോധേഡാണ്. അതിനെക്കുറിച്ച് നമ്മൾ അനുതപിക്കണം, നിലവിളിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ ആ പരിശുദ്ധിയിൽ നിന്നകന്ന് അശുദ്ധിയിലും അകൃത്യങ്ങളിലും പാപങ്ങളിൽ നിന്ന് നമ്മൾ ആ ചേറ്റിൽ കുഴഞ്ഞു നടക്കുകയാണ്. നമ്മളതൊന്നും ബോധേഡല്ല. നമ്മളിപ്പോഴും നമ്മുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുന്നവരാണ്. ആകുലകൾ മാറ്റും, പ്രശ്നങ്ങൾ പരിഹരിക്കും. പക്ഷേ ആ കരുണ ആത്യന്തിക ലക്ഷ്യം നമ്മുടെ പാപത്തിൽ നിന്നുള്ള വിശുദ്ധീകരണമാണെന്ന് മനസ്സിലാക്കും. അനുതാപത്തിലേക്ക് വരണം, മനസാന്തരത്തിലേക്ക് വരണം. Then this mercy is available to everybody. മാർപ്പാപ്പ പറയുകയാണ്, ഈ കരുണയാൽ നമ്മുടെ എല്ലാ പാപാവസ്ഥകളിൽ നിന്നും മോചിതരായി ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിറഞ്ഞ് സ്വർഗം പ്രാപിക്കുക എന്നതാണ് കരുണയുടെ ആത്യന്തിക ലക്ഷ്യം. ഈ കരുണ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ മാറണം. ഇന്നും ഈ ലോകത്തിൻ്റെ പുറകെ, ലോകസുഖങ്ങളുടെ പുറകെ, ലോകത്തിൻ്റെ മോഹങ്ങളുടെ പുറകെ നടക്കുന്ന നമുക്ക് കരുണ ലഭ്യമല്ല. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് സ്വർഗീയ ലക്ഷ്യത്തിലെത്താനാണ്. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ, അത് ഉപേക്ഷിക്കുമ്പോൾ തയ്യാറാവുമ്പോൾ ഈ കരുണ നമ്മളെ വാരിക്കോരിയെടുക്കും. അവൻ നമ്മളെ വിശുദ്ധീകരിക്കും. പക്ഷേ ലക്ഷ്യങ്ങൾ മാറണം. ദൈവമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് വരാതെ ദൈവത്തിൽ നിന്നൊന്നും നമുക്ക് ലഭിക്കില്ല. നമ്മുടെ പരിപൂർണമായ ലക്ഷ്യം അതാണ്. മത്തായി 5:48 പറയുന്നുണ്ട്, നിന്റെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും പരിശുദ്ധനാവണം. അവൻ്റെ പരിശുദ്ധിയിൽ പങ്കുകൊള്ളുകയാണ് നമ്മളെ സൃഷ്ടിച്ചതിനെയും നമ്മളെ കുരിശിൽ വീണ്ടെടുത്തതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ജീവിതം മാറ്റിവെക്കുമ്പോൾ ഈ കരുണ നമ്മളെ വിശുദ്ധീകരിക്കും, നമ്മളെ സുഖപ്പെടുത്തും, നമുക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യും. ആ പരിശുദ്ധിക്കായി നമുക്ക് തീരുമാനിക്കാം, പരിശ്രമിക്കാം. സർവശക്തനായോനേ, നീ പരിശുദ്ധൻ, സ്തുതിക്കു യോഗ്യനായോനേ, നീ പരിശുദ്ധൻ, എന്നേക്കും വാഴുന്നവനേ, അങ്ങേ പോലെ ആരുമില്ല. രാജാക്കന്മാരിലും ദേവന്മാരാരിലും ഉന്നതൻ അത്യുന്നതൻ നീയേ. രാജാക്കന്മാരിലും ദേവന്മാരാരിലും ഉന്നതൻ അത്യുന്നതൻ നീയേ. നീ എന്നും പരിശുദ്ധൻ, നീ എന്നും സർവശക്തനേ, നീ എന്നും യോഗ്യനായോനേ യേശുവേ. നീ എന്നും പരിശുദ്ധൻ, നീ എന്നും സർവശക്തനേ, നീ എന്നും യോഗ്യനായോനേ യേശുവേ. താഴ്ചയിലോത്തവനേ, നീ പരിശുദ്ധൻ, മാറ്റം വരാത്തവനേ, നീ പരിശുദ്ധൻ, എന്നേക്കും വാഴുന്നവനേ, അങ്ങേ പോലെ മറ്റാരുമില്ല. രാജാക്കന്മാരിലും ദേവന്മാരാരിലും ഉന്നതൻ അത്യുന്നതൻ നീയേ. രാജാക്കന്മാരിലും ദേവന്മാരാരിലും ഉന്നതൻ അത്യുന്നതൻ നീയേ. നീ എന്നും പരിശുദ്ധൻ, നീ
സർവശക്തനെ നീ എന്നും യോഗ്യനായോനേ യേശുവേ നീ എന്നും പരിശുദ്ധൻ നീ എന്നും സർവശക്തനെ നീ എന്നും യോഗ്യനായോനേ യേശുവേ നീ എന്നും സർവശക്തനെ നീ എന്നും യോഗ്യനായോനേ യേശുവേ നീ എന്നും പരിശുദ്ധൻ നീ എന്നും സർവശക്തനെ നീ എന്നും യോഗ്യനായോനേ യേശുവേ ദൈവം നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ തൻ്റെ ജനത്തിനെ വീണ്ടെടുക്കുവാൻ കുരിശിൽ ബലിയായതിൻ്റെ ആത്യന്തിക ലക്ഷ്യം നമ്മൾ ദൈവത്തെ പ്രാപിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ കരുണയെ, ഈ യേശുവിൽ ലോകത്തിന് വ്യക്തമാക്കിയ ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഇന്നും ഈ ലോകം പുച്ഛിച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ലോകം അതിനെ വളരെ നിന്ദ്യമായ രീതിയിൽ ആ ബലിയെ, ആ സ്നേഹത്തെ യാതൊരു ദയയില്ലാതെ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളുകയാണ്. എങ്കിലും ഈ ലോകം ഇതിനെ അംഗീകരിക്കുന്നില്ല, ഈ ലോകം ഇതിനെ ഉൾക്കൊള്ളുന്നില്ല. ഇവിടെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ കാരുണ്യത്തെ, ഈ സത്യത്തെ ലോകത്തിൽ പ്രഘോഷിക്കുക. ഇത് പ്രഘോഷിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. നമ്മൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മൾ നോയമ്പ് നോക്കുന്നു, ഇതൊക്കെ നമ്മുടെ ഭക്തിയുടെ, വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനമാണ്. പക്ഷെ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ഈ യേശുവിൽ വ്യക്തമാക്കിയ ദൈവത്തിൻ്റെ കാരുണ്യത്തെ നമ്മൾ ഈ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തോട് നമ്മൾ പ്രഘോഷിക്കണം. അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കലല്ല. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നിത്യജീവനാണ്. യേശു എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങൾ പ്രവർത്തിക്കുമ്പോഴും യേശു വളരെ കൃത്യമുണ്ടായിരുന്നു. യേശു പിതാവിൻ്റെ കാരുണ്യത്തെ ലോകത്തിന് പ്രകടിപ്പിക്കുമ്പോൾ, കുഷ്ഠരോഗി സുഖപ്പെടുത്തുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുമ്പോഴും തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കുമ്പോഴും എല്ലാം യേശുവിന് വളരെ വ്യക്തതയുണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. ആ പിതാവിൻ്റെ സ്നേഹത്തെയും കാരുണ്യത്തെയും നമുക്ക് അവൈലബിൾ ആക്കുമ്പോഴും നമ്മളുടെ ലക്ഷ്യത്തെക്കുറിച്ച് യേശു കൃത്യമായി പറഞ്ഞിരുന്നു. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ, ഈ ലോകമല്ല നമ്മുടെ ലോകം. അതുകൊണ്ട് ആ യേശുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. അവിടുത്തെ യേശു നമ്മളെ സ്നേഹിക്കുന്നു, യേശു എന്നെ സ്നേഹിക്കുന്നു. ആ യേശുവിനെ നമ്മൾ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ നാമത്തിൽ എല്ലാ മുട്ടുകളും മടക്കപ്പെടും. അവൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ, അവൻ്റെ ബലിയുടെ മുമ്പിൽ അവൻ ശൂന്യവൽക്കരിക്കപ്പെട്ട് കുരിശിൽ ബലിയായതിൻ്റെ യോഗ്യതയാൽ ദൈവപിതാവ് പറയാണ്, അവൻ്റെ നാമത്തിനു മുമ്പിൽ എല്ലാ മുട്ടുകളും മടക്കപ്പെടും. ആരൊക്കെ അവൻ്റെ ജീവിതം യേശുവിന് സമർപ്പിക്കുന്നുവോ അവർക്ക് ഈ ദൈവത്തിൻ്റെ കരുണ അവൈലബിളാണ്. ദൈവകരുണ സ്വന്തമാക്കാൻ നമുക്ക് വേണ്ടത് ഒരേ ഒരു ക്വാളിറ്റി, യേശു നിനക്ക് എത്രമാത്രം കർത്താവാണ് എന്നതാണ് ഈ അത്ഭുതകരമായ കരുണ നമുക്ക് ലഭിക്കാൻ വേണ്ട ഏക യോഗ്യത. അതുകൊണ്ട് യേശുവിനെ സ്വന്തമാക്കണം, അവനെ സ്നേഹിക്കണം, അവൻ്റെ നാമത്തെ പ്രകീർത്തിക്കണം. യേശു എന്നെ സ്നേഹിച്ചതിനാ ഞാനും അവനെ സ്നേഹിപ്പതിനാ സ്തോത്രത്തോടെ വാഴ്ത്തു എന്നും എന്നേശുവേ നന്ദിയോടെ എല്ലാ മുട്ടും മടങ്ങിടും നേരം എല്ലാ നാവും ഒന്നായി ചൊല്ലും യേശു തന്നെ, യേശു തന്നെ കർത്താവോ. രാജാതിരാജനെഴുന്നള്ളുമ്പോ ജീവനാം ദൈവമെഴുന്നള്ളുമ്പോ Hosanna, Hosanna,
സ്നേഹിപ്പതിനാ ഞാനും അവനെ സ്നേഹിപ്പതിനാ സ്തോത്രത്തോടെ വാഴ്ത്തു എന്നും എന്നേശുവേ നന്ദിയോടെ വാഴ്ത്തും എൻ്റെ നായകനേ എല്ലാം ഒട്ടും മടങ്ങിയിടും നേരം എല്ലാ നാവും ഒന്നായി ചൊല്ലും യേശു തന്നെ യേശു തന്നെ കർത്താവ് രാജാധിരാജനെഴുന്നള്ളുമ്പോൾ ധീരനാം ദൈവമെഴുന്നള്ളുമ്പോൾ ഹോസാന 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 യേശു തന്നെ കർത്താവ് രാജാധിരാജനെഴുന്നള്ളുമ്പോൾ ധീരനാം ദൈവമെഴുന്നള്ളുമ്പോൾ ഹോസാന 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 ലോകം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകും. ഒരുപക്ഷെ നമ്മളൊക്കെ ഒരു 3-ാം ലോകമഹായുദ്ധത്തിൻ്റെയൊക്കെ ആരംഭമായിരിക്കാം. എങ്കിലും നിന്റെ ഇടതുവശത്ത് 1000 മരിച്ചു വീണാലും നിന്റെ വലതുവശത്ത് 10,000 മരിച്ചു വീണാലും നിനക്കൊരനർത്ഥം സംഭവിക്കില്ല. കാരണം ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം അത് വ്യക്തിപരമാണ്. അവിടുന്ന് സർവശക്തിയോടും കൂടെ നമ്മളെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തിനോട് ആശ്രയിക്കുന്നവൻ, വചനം പറയാണ് 91-ാം സങ്കീർത്തനത്തിൽ പറയും, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ, സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവൻ, ദൈവത്തോടെൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പരിചയം എന്ന് പറയണം. അവൻ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുചീർന്ന വിനാശത്തെ അവന് ഭയമില്ല. കാരണം ആ സ്നേഹത്തിൽ അവൻ വിശ്വസിക്കുന്നു. സ്നേഹമുള്ളവരെ, ലോകത്തെന്തൊക്കെ സംഭവിച്ചാലും നിന്നെ സൃഷ്ടിച്ചവൻ, നിന്റെ എല്ലാ കുറവുകൾക്ക് വേണ്ടി ബലിയായവൻ നിന്നെ ഒരിക്കലും കൈവിടില്ല. ആ സ്നേഹം നിന്നെ കാത്തിരിക്കുന്നു. നിന്റെ കണ്ണുനീരൊപ്പാൻ, നിന്റെ ഭാരങ്ങൾ നീക്കുവാൻ, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുവാൻ, നീ അനുഭവിക്കുന്ന സകല ദുരിതങ്ങളും ശാപങ്ങളും നിന്നെ മോചിപ്പിക്കുവാൻ ഇന്നും ആ ദൈവം തയ്യാറാണ്. ലോകത്തിൽ പലതും സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. മത്തായി സുവിശേഷം 24:6 പറയുന്നുണ്ട്, നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കും, യുദ്ധങ്ങളെക്കുറിച്ചും ഭൂകമ്പങ്ങളെക്കുറിച്ചും കലഹങ്ങളെക്കുറിച്ചും നിങ്ങൾ കേൾക്കും. അത് സംഭവിക്കാനുള്ളതാണ്.
അത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ടുള്ള മുൻപിൽ നടക്കേണ്ടതാണ്. അത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. എങ്കിലും ഒരുങ്ങിയിരിക്കുക. നമ്മളിത് കണ്ട് അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാനുള്ളതാണ്. കാരണം ഈ പുസ്തകത്തിൽ, വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുന്നു. അത് ഈ ലോകത്തിൽ മനുഷ്യർ ദൈവത്തിലേക്ക് വരാനാണ്. ദൈവത്തെ മറന്ന് ദൈവത്തെ വെല്ലുവിളിച്ച് നടക്കുന്ന മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ആ നീതിപൂർവമായ ശിക്ഷയാണ്. പക്ഷെ അതിൽ നമ്മൾ പെടില്ല. ആ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുക. നിനക്കൊരനർത്ഥം സംഭവിക്കില്ല. അവിടെ നിന്നെ പരിപാലിക്കും. ആ പരിശുദ്ധനായ ദൈവത്തെ നമ്മളൊന്നുകൂടി ആരാധിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കണം. എന്താണ് ആരാധന? നമ്മുടെ ജീവിത ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് ആരാധന. അങ്ങനെ നമുക്കുള്ള ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം അതിനെല്ലാം ആശീർവദിച്ച് അനുഗ്രഹിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട്, മോറിയ മലയിൽ അബ്രാഹാം ഇസഹാക്കിനെ ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ്. ബൈബിളിൽ ആദ്യമായിട്ട് ആരാധന എന്ന വാക്ക് വരുന്ന ഉൽപ്പത്തി 22 പുസ്തകത്തിലാണ്. അബ്രാഹാം തൻ്റെ സേവകരോട് പറയാണ്, മോറിയ മലയുടെ താഴെ എന്നവരോട് പറയാം, നിങ്ങളിവിടെ നിൽക്കുക, ഞാനും എൻ്റെ മകനും പോയി ദൈവത്തെ ആരാധിച്ചിട്ട് വരാം. എന്താണ് ആരാധന? നമ്മളെ ബലിയർപ്പിക്കുകയാണ്. നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും സ്വാർത്ഥപരമായ എല്ലാ മോഹങ്ങളും ദൈവത്തിന് അർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ തയ്യാറാവും. അവിടെയാണ് ദൈവാനുഗ്രഹം വരിക. ഈ ഗാനം ആലപിക്കുമ്പോൾ അവിടുത്തെ സ്നേഹവും പരിശുദ്ധിയും നമ്മൾ ഒന്ന് നിറയട്ടെ. നമ്മൾ ആരാധകരായി മാറണം. നമ്മൾ വെറും ഭക്തരായ പോരാ, നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം നമ്മളെ അനുഗ്രഹിക്കും. യേശുവിൻ്റെ ബലി നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് യഥാർത്ഥ ആരാധന. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് യോജിച്ചതും പരിശുദ്ധമായ ഒരു സജീവ ബലിയായി അർപ്പിക്കുവിൻ. ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലിയായി അർപ്പിക്കണം. ഇതാണ് യഥാർത്ഥ ആരാധന. അങ്ങനെ നമ്മൾ നമുക്കുള്ള ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ സ്വർഗം നമ്മളെ ഏറ്റെടുക്കും. സ്വർഗീയമായ എല്ലാ കൃപകളാൽ അനുഗ്രഹങ്ങളും നമ്മളെ ദൈവം അനുഗ്രഹിക്കും. So let us worship Him. ദൈവമേ ആരുള്ളിലോകേ അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. പോലെൻ ദൈവമേ ആരുള്ളിലോകേ അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങേ
വഴികളിൽ ഞാൻ നടക്കുവാനാ വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തുവെന്ന പാറയിൽ നിർത്തിയിടണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തുവെന്ന പാറയിൽ നിർത്തിയിടണമേ. ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന. 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 ഇങ്ങനെ പറയാറുണ്ട്, with Jesus your best days are ahead, not behind. ഓരോ ഈസ്റ്ററും നമുക്കൊരു പുതിയ തുടക്കമാണ്. യേശുവിനോട് കൂടെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിനായി സ്വർഗ്ഗം നമ്മളെ കാത്തിരിക്കുന്നു. So wish you all a wonderful blessed Easter. God bless you.